കടുവാപ്പള്ളിയുടെ നേരെ മുൻവശത്താണ് ഈ അക്രമ സംഭവങ്ങളൊക്കെ അരങ്ങേറിയത്. പിള്ളേരായിട്ട് നമ്മളാരും ഒന്നും പോയൊന്നുമില്ല. എന്നും പോയി പിള്ളേരൊക്കെ അടി കൊടുക്കും. കൊച്ചുങ്ങളെ ഇവിടുത്തെ പഠിക്കണം. ഇതറിഞ്ഞ സ്ഥലത്തെത്തിയ മറ്റ് KSUവിന്റെ നേതാക്കൾ ചേർന്ന് അവരെ ജീപ്പിൽ നിന്ന് പിടിച്ചിറക്കുകയും സംഭവം യൂണിയൻ ഉണ്ടാക്കാൻ വന്നതെന്ന് പറയുന്നത് ഇവിടെ സ്കൂളിലോ എന്നാ അവര് പോലീസ് പിടിച്ചിടാൻ നിർമ്മിച്ചപ്പോൾ അവരെ പിടിച്ച വരികയും പിന്നെ അത് ഭയങ്കര KSUവിന്റെ ഒരു നേതാവ് സുഹൈലിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പുറത്തുനിന്നുള്ള പിള്ളേരാണ്. പോലീസിനെ അടി കിട്ടിയെന്ന് പറഞ്ഞിട്ട് മഴ ആയത് ഭാഗ്യം. വീണ്ടും ഒരു 3/4 മണിക്കൂറോളം ഇവിടെ ബ്ലോക്ക് ആയിരുന്നു. നമസ്കാരം, ഇത് ആലങ്കോട്, ആറ്റിക്കൽ ആലങ്കോട് കടുവാപ്പള്ളിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇന്നലെ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു സംഭവം ഇവിടെ നടന്നു. കാരണം ഇന്നലെ ഇവിടെ ഒരു കൂട്ടം വിദ്യാർത്ഥികളെ ഏറ്റുമുട്ടി പിടിച്ചു മാറ്റണം വന്ന അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യണം വന്ന പോലീസിനെ വരെ ആക്രമിക്കുന്ന ഒരു ദാരുണ സംഭവം ഇവിടെ ഉണ്ടായി. ഏകദേശം 3/4 മണിക്കൂറോളമാണ് ഇവിടെ ഗതാഗതം സ്തംഭിച്ചത്. അക്രമത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമായിട്ടില്ല. ഒരു കാറിൽ വന്ന ഒരു കൂട്ടം യുവാക്കളെ KSU പ്രവർത്തകർ എന്ന് പറയുന്നു, അവരെ പോലീസ് തടഞ്ഞ് അവരെ ജീപ്പിലേക്ക് വലിച്ചു കയറ്റാൻ ശ്രമിച്ചു. ഇതറിഞ്ഞ സ്ഥലത്തെത്തിയ മറ്റ് KSUവിന്റെ നേതാക്കൾ ചേർന്ന് അവരെ ജീപ്പിൽ നിന്ന് പിടിച്ചിറക്കുകയും പോലീസിനെ മർദ്ദിക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. ഇന്നലെ ഇവിടെ ഒരു അടി നടന്നായിരുന്നു. എന്താ സംഭവം എന്തായിരുന്നു? ഒന്നും അറിയാൻ വയ്യ. ഞാൻ ഇല്ലായിരുന്നു. ആണോ? ഞാൻ വൈകിട്ടാണ് വന്നത്. കുട്ടികളായിരുന്നു അതെ മുതിർന്നവരായിരുന്നു? ഇവിടുത്തെ പഠിക്കാൻ വന്ന കുട്ടികളല്ലെന്നോ, വേറെ പുറത്തുനിന്നുള്ള പിള്ളേരാണ്. പോലീസിനെ അടി കിട്ടുന്നു. അടി കിട്ടിയെന്ന് പറഞ്ഞിട്ട് SI അടി കിട്ടിയത്. SI ആണ് അടിച്ചത്. രണ്ട് ഹൈവേ പോലീസാണെന്ന് പറഞ്ഞു. ഹൈവേയിലുള്ള SI ആണ് അടി കൊടുത്തത്. SI അടി കിട്ടിയ എന്നാണ് പറയണത്. അടിനായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ഏതൊരു നേതാവിനെ അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നു, ഈ സുഹൈലിനെ. അറിയാൻ വയ്യ. പോയി പിന്നെ ഒന്നും അറിയാൻ വയ്യ. ഈ പിള്ളേരായിട്ട് നമ്മളാരും ഒന്നും പോയൊന്നുമില്ല. എന്നും പോയി പിള്ളേരൊക്കെ അടി കൊടുക്കും. കൊച്ചുങ്ങളെ ഇവിടുത്തെ പഠിക്കണം. അതുകൊണ്ട് ഇവിടെ ആരും പോയി ഇടപെടില്ല. അതുകൊണ്ട് അങ്ങ് പള്ളിയിൽ അങ്ങ് ആയിട്ട് ആരും പോയതുമില്ല. മഴയും കൂടെ ആയിരുന്നു. പിന്നെ അപ്പുറത്ത് പോകണം. അങ്ങനെ മഴയും കൂടെ ട്രാഫിക് ഒക്കെ ബ്ലോക്ക് ആയിരുന്നു. അങ്ങനെ ബ്ലോക്കായി. ബസ്സുകാരൊക്കെ എന്നെ കണ്ട് പറഞ്ഞായിരുന്നു ഏകദേശം കുറെ അവരെ ട്രിപ്പൊക്കെ മുടക്കുന്നു. അതുകൊണ്ട് തന്നെ അറിയാൻ വയ്യ. പിന്നെ അങ്ങ് പോയി. ഇവിടെ പഠിക്കുന്ന അല്ല ഓട്ടത്തിലല്ലായിരുന്നു. ബ്ലോക്ക് വന്നപ്പോൾ ഇവിടെ ബ്ലോക്കുകാരനെല്ലാം കഴിഞ്ഞായിരുന്നു. പിന്നെ ഒന്നും അറിയാൻ വയ്യ. ഇത് സംഭവം ഒന്നും അറിയാമോ? സംഭവം യൂണിയൻ ഉണ്ടാക്കാൻ വന്നതെന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ സ്കൂളിലോ? സ്കൂളിൽ രാഷ്ട്രീയമില്ലല്ലോ. നമുക്കറിയത്തില്ലല്ലോ. ഹൈസ്കൂളല്ലേ അതിന്റെ. അങ്ങനെ അത് മാത്രമല്ല നമ്മളെ കല്ലമ്പലം ന്യൂസിൽ വന്നത് അതാണ്. ബാക്കി കാര്യങ്ങൾ അറിയത്തില്ല. ഇവിടെ ഞാമടക്കം വരുമ്പോ ഒരു പാർട്ടിക്കാരായിരുന്നു. ഏതൊരു പാർട്ടി നേതാക്കളില്ല, കുട്ടി നേതാക്കന്മാർ അതിലായിരുന്നു ഉള്ളത്. പക്ഷെ സംഭവം ഒന്നും അറിയാൻ വയ്യായിട്ടാണ്. ഇവിടെ വന്നതെല്ലാം കഴിഞ്ഞായിരുന്നു. ഭയങ്കര ജനം കണ്ട് കയറി ഇറങ്ങിയതാ. അപ്പോഴാണ് സംഭവം ഇങ്ങനെ പോലീസുമായിട്ട് ഒരു തട്ടിക്കയറുന്നതായി കണ്ടത്. എന്നറിയാൻ പിന്നെ മഴ ചെയ്തപ്പോൾ എല്ലാവരും പല ഒഴിക്കാൻ പോയി. മഴ ആയത് ഭാഗ്യം. അല്ലെങ്കിൽ വീണ്ടും ഒരു 3/4 മണിക്കൂറോളം ഇവിടെ ബ്ലോക്ക് ആയിരുന്നു. സംഭവം ഒന്നും അറിയാൻ പറ്റില്ല. ഇവിടെയൊക്കെ ആദ്യ സംഭവമാണ് ഇങ്ങനെ ഒരു പ്രശ്നം. ഇത്ര നാളായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല. അത് പോലീസിനൊരു അടിക്കുന്ന അവസരത്തേക്ക് പോലീസിനെ അടിച്ചെന്നാ പറയുന്നത്. കണ്ടിട്ടില്ല. അതിനെ കൊണ്ടൊന്നും അറിയാൻ പറ്റും സംഭവം എന്താണെന്നുള്ള പ്രശ്നം അറിയാമോ. പിന്നെ എല്ലാവരും പലതും തന്നെ പറയണത്. 3/4 മണിക്കൂറുടെ വിഷയമായിരുന്നല്ലേ? ചേട്ടൻ കണ്ടായിരുന്നു സംഭവം? സംഭവം ഞാൻ ഇവിടെ ഇരുന്ന് നോക്കിയപ്പോൾ കണ്ടു. എന്താണ് സംഭവിച്ചത്? സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് പോലീസുകാർ എന്തോ ഒരു വിഷയത്തിൽ അവിടെ ആൾക്കാർ വന്ന് കൂടി, KSU പ്രവർത്തകരാണെന്ന് പറയണം. ആൾക്കാരൊക്കെ കൂടിയപ്പോഴത്തേക്ക് ഇങ്ങനെ അത് പോലീസ് പിടിച്ചുവിടാൻ വന്നവരാ. ഇങ്ങനെ അവർ പോലീസ് പിടിച്ചുവിടാൻ നിർമ്മിച്ചപ്പോൾ അവരെ പിടിച്ച വരികയും പിന്നെ അത് ഭയങ്കര ഒരു തമ്മിൽ അടി കിട്ടിയെന്ന് അറിയില്ല. അതൊക്കെ ഉണ്ട്. അതൊക്കെ ഉണ്ട്. പിടിച്ചുകൊള്ളുന്നതൊക്കെ ഉണ്ട്. എന്തായാലും ഇവിടെ ഇത്ത കള വരുന്നല്ലേ? ഇന്നത്തെ കള വരുന്നു. ശരിയായിട്ട് ഇവിടെ ആദ്യമായിട്ട് നമ്മൾ കേൾക്കും നമ്മൾ ഈ സ്ഥലത്തൊക്കെ അല്ലേ? ഇങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ. കടുവാപ്പള്ളിയുടെ നേരെ മുൻവശത്താണ് ഈ അക്രമ സംഭവങ്ങളൊക്കെ അരങ്ങേറിയത്. ഇപ്പം ഞങ്ങൾ പള്ളി ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് അറിയാൻ കഴിഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ KSUവിൻ്റെ ഒരു നേതാവ് സുഹൈലിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും പല പ്രൈവറ്റ് ബസ്സുകളുടെയും ട്രിപ്പ് പോലും മുടങ്ങുന്ന അവസ്ഥയുണ്ടായി. ഏകദേശം 3/4 മണിക്കൂറോളം നീണ്ടുനിന്ന ഗതാഗത സ്തംഭനമുണ്ടായി. അതുമാത്രമല്ല പോലീസിനെ ആക്രമിക്കുന്ന സംഭവം ഉണ്ടായി. എന്തായാലും
ഒരിക്കലും നടക്കാൻ പാടുന്ന സംഭവമാണ് പരിപാവനമായ ഈ പള്ളിമുറ്റത്ത് അരങ്ങേറിയത്. ക്യാമറമാൻ ഇതിനൊപ്പം ശ്രീകുമാരാർ സൈനിങ് ഓഫ്.